ആമല നീ ഒരു ആവറേജ് MRC ഫാൻ ബ്രെയിൻ. സിറ്റിയിലത്തെ ഒരു ഗ്യാങ്ങിന്റെ കണക്ഷൻ സെറ്റ് ആക്കിയ ഞാൻ പിന്നെ അവരോട് വർത്താനം പറഞ്ഞിട്ട് എവറി വീക്ക് 1 ഹോസ്റ്റേജ് സിറ്റുവേഷൻ അല്ലെങ്കിൽ 1 TV സിറ്റുവേഷൻ 1000 rupees സെറ്റ് അല്ലേ? അതെന്താ ബ്രോ? എന്ത് ചിരിച്ചോണ്ടാടാ നീ ഇങ്ങനെ പറയുന്നേ? എന്ത് ചിരി? അവന് ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന ചിരി ഉണ്ടോ? വേറെ വെളിയിലിരുന്ന് ഇങ്ങനെ പറയുവാ. ആഹാ എടാ അമലെ അവന്മാരെ ഉപദ്രവിക്കാൻ വേണ്ടിട്ട് അവന്മാരെ എവറി വീക്ക് ഹോസ്റ്റേജ് ആക്കാൻ വേണ്ടിട്ട് ആരെങ്കിലും സെറ്റ് ചെയ്തതാ. അയ്യോ, ഒരു ഗ്യാങ്ങിന്റെ കണക്ഷൻ സെറ്റ് ആക്കിയ ഞാൻ പിന്നെ അവരോട് വർത്താനം പറഞ്ഞിട്ട് എവറി വീക്ക് 1 ഹോസ്റ്റേജ് സിറ്റുവേഷൻ അല്ലെങ്കിൽ 1 TV സിറ്റുവേഷൻ 1000 rupees സെറ്റ് അല്ലേ? അതെന്താ ബ്രോ? അപ്പൊ MRCക്കകത്തുള്ളവന്മാരൊക്കെ കഴിവില്ലാത്തവന്മാരാണ് ബ്രോ? അങ്ങനെ പറയണ്ടായിരുന്നു ബ്രോ. പ്ലേസല്ലേ ബ്രോ അതിലുള്ള എല്ലാം? എങ്ങനെ പറയണ്ടായിരുന്നു? മാസം 10,000 ബൂട്ട് ക്യാമ്പ് ഒക്കെ കൊടുക്കാന്ന് പറഞ്ഞ് കൊണ്ടുവന്ന PvP പ്ലേസല്ലേ ബ്രോ അവരൊക്കെ? അത് മോശമായി ബ്രോ, അതൊക്കെ മോശമായി. കളിക്കാൻ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലല്ലോ. അപ്പോ നമ്മള് ഗെയിമിന്റെ റൂൾ വെച്ചിട്ട് ഗെയിം അഡ്മിൻസിന്റെ റൂൾസ് ഒക്കെ POV എല്ലാം വെച്ചിട്ട് നമ്മളും കളിക്കുന്നു. അവരെന്താ പറയണത്? ഈ സേഫ് സോൺ അടുത്തായാലും അടിക്കാം, RPG മിഡിലായാലും അടിക്കാം. ഓക്കെ, നമ്മളൊരു ഗ്യാങ്ങിനെ ഇറക്കിയിട്ട് നമ്മൾ അതന്നെ ചെയ്യണം. അപ്പോ റൂൾസ് ബൈ റൂൾസ്, ഇറ്റ്സ് ജസ്റ്റ് എ ഗെയിം. ഞാനും കളിക്കല്ലേ? അതെന്താ ബ്രോ അങ്ങനെ കേട്ടോ? അപ്പൊ നിന്നെ പോലത്തെ അത് മനസ്സിലായി. കൗമാരെ കൊണ്ട് ചെയ്യാൻ പറ്റൂലെന്ന്. അയ്യോ സത്യല്ലേ? അവന്മാർക്കൊരു മനസ്സിലായി വെളിയിൽ നാളെ ഇറക്കണോ ഇവന്മാരെ കൊണ്ട് പറ്റൂലത്. എന്റെ ബൈ റൂൾസ്, ഇറ്റ്സ് ജസ്റ്റ് എ ഗെയിം. ഞാനും കളിക്കല്ലേ? അതെന്താ ബ്രോ അങ്ങനെ കേട്ടോ? അപ്പൊ നിന്നെ പോലത്തെ അത് മനസ്സിലായി. കൗമാരെ കൊണ്ട് ഒരു ചെയ്യാൻ പറ്റൂലെന്ന്. 35 പ്ലേയേഴ്സിനെ വേണ്ടിയാണ് എടുത്ത് PvP എന്നും പറഞ്ഞെടുത്ത് വെച്ചേക്കുന്ന അവന്മാര്. അതിൽ കുറെ എണ്ണം ബൂക്കാമ്പും തരാന്ന് പറഞ്ഞിട്ട് അവന്മാര് പിണങ്ങിപ്പോയി. എന്താ ബ്രോ ഇങ്ങനെയൊക്കെ? അവന്മാര് പിണങ്ങിപ്പോയി. എന്റെ ദൈവമേ, നമ്മളെ ഒരു മൂന്നാമത്തെ ഓപ്ഷൻ പറയണേ, നമ്മളെല്ലാ അഡ്മിൻസിനെയും എല്ലാ പറഞ്ഞ POV എല്ലാം എടുത്ത് ഇടുന്നു. എന്നിട്ട് ഒരു ഗ്യാങ്ങിനെ ഇങ്ങോട്ട് ഇറക്കില്ല. ഈ TV KV എവിടെ ആർപ്പി കണ്ടാലും എടുത്തടിക്കുക, അത്രേ ഉള്ളൂ. വെറുതെ എടുത്തടിക്കുക. അവര് ആർപ്പി ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ വെറുതെ അടിക്കുക. ഒരു സ്വന്തം ഗ്യാങ്ങിനെ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടിട്ട് RP ചെയ്യാൻ പറ്റാത്ത രീതിയിലാക്കുക ബാക്കി 2 ഗ്യാങ്സിനെ. അവരെ RP ചെയ്യാൻ സമ്മതിക്കരുത്. മാസം അത് കഴിഞ്ഞിട്ട് നൈസ്ലി ആ ഗ്യാങ് നിർത്തിയിട്ട് ബാക്ക് ടു ദ ലൈഫ്. ആദ്യം ഒരു 2 മാസം തികച്ച് നിന്റെയൊക്കെ ഗ്യാങ് പോകാൻ നോക്ക്. എന്നിട്ട് ഒരേ പോലും 6 മാസത്തേക്ക് കണക്ക് കണ്ടവന്മാർക്ക് കൊണ്ടുപോയി പൈസ കൊടുക്കണേ വരെ ആദ്യം ഗ്യാങ്ങിലുള്ള 3-4 പേർക്കെങ്കിലും ഒരു അറ്റ്ലീസ്റ്റ് ഒരു അര ബ്രെയിനെങ്കിലും മാറ്റി വെച്ചോടുക. പ്ലാസ്റ്റിക് എങ്കിലും മാറ്റി വെച്ചോട്. സാധാരണ നമ്മൾ ബാക്കി ഗ്യാങ്ങിന്റെ അടുത്തൊക്കെ നിന്റെയൊക്കെ ലീഡർ എവിടെ പോയെന്നാ ചോദിക്കുന്നത്. ഇപ്പൊ MRCന്റെ അടുത്ത് നിന്റെയൊക്കെ ലീഡേഴ്സ് എവിടെ പോയെന്ന് ചോദിക്കുന്ന ഒരു അവസ്ഥയല്ലോടാ. ഓരോ മാസം 3 ലീഡർ വെച്ചില്ലേടാ മാറിക്കൊണ്ടിരിക്കണേ. എടാ ചിലപ്പോ നിന്നെ അടുത്ത ലീഡർ ആരും കേട്ടാ, നീ നോക്കിയിരുന്നോ? നിന്റെ ഒരു ബുദ്ധി വെച്ച് ചിലപ്പോ നിന്നെ പിടിച്ച് IG-ലാക്കും. കാരണം അവിടെ ഉള്ള എല്ലാം ഇപ്പൊ കൂട്ടത്തില് ഒരു മെഗാകുമ്പോഴേക്ക് സെറ്റ് ആയിരിക്കും. എന്തൊക്കെ ആൾക്കാര് ആരാണ് അവനൊക്കെ? എന്റെ ചാറ്റിലൊക്കെ എന്ത് കരച്ചിൽ നോക്കി. ഇവറ്റയുടെ കരച്ചിലൊക്കെ എന്ത് രസമെന്ന് അറിയോ? ഭയങ്കര രസമാണ്. നമുക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷനാ. നോക്കി താഴ്ച നോക്കി ആർക്കോ വേണ്ടി വന്ന് കുരക്കണം നോക്ക്. എന്റെ ദൈവമേ, എന്ത് രസമല്ലേ അത് കാണാൻ. ആരാടാ എഡിറ്റ് ചെയ്ത്? നല്ല രസമുണ്ട് കേട്ടോ. കൊള്ളാ കേട്ടാ. അയ്യോ MRC ഒഫീഷ്യൽ. ഇത് ഒഫീഷ്യൽ തന്നെയാണ്. ഇത് ഒഫീഷ്യൽ സ്പെല്ലിംഗ് എന്തോ? ഇത് ഓഫീസ് ഓളോ? ഇത് എന്താണ്? ഇത് ഒറിജിനൽ ഒന്നും അല്ല, ഇത് ഒഫീഷ്യൽ ഒന്നും അല്ല. എക്സലന്റ് സിറ്റി, TVA സിറ്റി. അതെ, TV കളിക്കുന്ന സിറ്റി. TV നമ്മളിവിടെ വന്നതിന് ശേഷം ഈ സെർവർ ഞാൻ പറഞ്ഞില്ലേ വന്ന സമയത്ത്, ആ സമയത്ത് MRC ഒന്നും ഫോം ആയിട്ടില്ലേ. ഫോം ആവാത്ത കാര്യം പറയാം. മുളയ്ക്കാത്ത സമയം, അതായത് MRC ഒന്നും GTA മുളയ്ക്കാത്ത സമയത്ത് TVA വന്ന സെർവർ ആയത്. TVA വന്ന സെർവർ വന്ന് ഫസ്റ്റ് വീക്കിൽ തന്നെ ഇന്ത്യയിലെ ബെസ്റ്റ് ടോപ്പ് ട്രാഫിക് ഉള്ള സെർവറിലേക്ക് മാറി. വെറും ഒരാഴ്ച സമയം എടുത്തോളൂ. ഒരാഴ്ച സമയത്ത് വന്ന ഒരു സിറ്റിയാണ് TV സിറ്റി എന്ന് പറഞ്ഞുകൊണ്ട്. എനിക്ക് വിഷമമൊന്നുമില്ല. നിങ്ങൾക്ക് പ്രശ്നമുണ്ടോ? നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇറങ്ങിക്കോ. പ്രശ്നമൊന്നുമില്ല.
ഞാൻ സെർവർ അഡ്മിൻ ഒന്നും അല്ല, എന്നാലും നിനക്ക് കളിക്കാൻ അത്രയ്ക്ക് ബുദ്ധിമുട്ടുണ്ട്. ഇതിങ്ങനെ പറ്റുന്നില്ലെങ്കിൽ വേറെ സെർവറിൽ പോയി കളിയുടെ കണ്ടേ. അല്ലാതെ ഞാൻ എന്ത് പറയാനാ? ഗതികെട്ട് കളിക്കല്ലേ ഗതികെട്ട് കളിക്കല്ലേ? ഇങ്ങനെ എന്തിനാ ഗതികെട്ട് കളിക്കുന്നേ എന്തിനാ? വല്ല MRC സിറ്റി എന്നൊക്കെ ഉണ്ടാക്കി പോയി കളി. എന്തിനാ ഗതികെട്ട് കളിക്കുന്നേ? ഇത് ഞാൻ അങ്ങനെ പറഞ്ഞില്ല, അന്ന് തൊട്ടാണ് നമുക്ക് ഈ ഡീഡോസും ബാക്കിയുള്ള കാര്യങ്ങളും ആ ഒരു കോമ്പറ്റീഷൻ ലിസ്റ്റിൽ നമ്മൾ വന്നത് പോലും. മനസ്സിലായോ? ആ കോമ്പറ്റീഷൻ ലിസ്റ്റിൽ നമ്മൾ വന്നത് പോലും അതാണ്. കഴിഞ്ഞ വട്ടം നമ്മൾ സിറ്റുവേഷൻ കഴിഞ്ഞിട്ട് ഒരുപാട് അപരാധിച്ചില്ലായിരുന്നു. അപരാധം എന്താണെന്ന് നിനക്കൊക്കെ ഒന്ന് കാണണമെന്നുണ്ടെങ്കിൽ ഇനി തൊട്ട് കണ്ടോ. മനസ്സിലായോ? നിന്നെയൊക്കെ ഫ്രസ്ട്രേറ്റഡ് ആക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. നിന്നെയൊക്കെ ഫ്രസ്ട്രേഷൻ എന്ന് പറയണവന്മാരെ ഫ്രസ്ട്രേറ്റഡ് ആക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇനി അങ്ങോട്ട് ഇനി ഇങ്ങനെ തന്നെ ഈ സ്റ്റാൻഡിലേ നിൽക്കുള്ളൂ. ഇനി ആര് വന്നാലും ഇനി മേളിലുള്ളവർ വന്ന് സംസാരിച്ചാലും താഴെയുള്ളവർ വന്നവർ സംസാരിച്ചാലും എനിക്ക് ഒരുത്തനെയും പേടിയില്ല. മനസ്സിലായോ? ഞാൻ ഇങ്ങനെ തന്നെ നിൽക്കുള്ളൂ. ഓക്കെ, ട്രിഗർ ആവുന്നുണ്ടെങ്കിൽ പോവാം. ലൈക്ക് ഒരു 40-50,000 സ്പോൺസർ ചെയ്യാൻ റെഡിയാ. ലൈക്ക് ഫോർ എ ഗാങ് ഫോർ 2-3 മാസത്തേക്ക് സെറ്റ് അല്ലേ? ഒരു 2-3 മാസം ടോർച്ചർ ചെയ്താൽ മതിയില്ലേ? ടിവിനും ഗെയിമിനൊക്കെ മതി. എടാ ഇതില് ഇമാജിനറി ആയിട്ടൊന്നുമില്ല. ലൈക്ക് ജോക്കിനെ ഹോസ്റ്റേജ് എടുക്കാൻ പറ്റില്ല. മിണ്ടായിരുന്നടാ, ഒന്നും ഒരു കേപ്പിച്ചോട്ട് കളിയാന്ന്. എടാ ഇതില് ഇമാജിനറി ആയിട്ടൊന്നുമില്ല. ലൈക്ക് ജോക്കിനെ ഹോസ്റ്റേജ് എടുക്കാൻ പറ്റില്ലോ. പിന്നെ നമ്മള് ബെസ്റ്റ് റിക്രൂട്ട്സ് ഇറക്കിയ ഒരു വാർ ജയിച്ച ആ സെയിം സിറ്റുവേഷനിൽ വാർ ജയിച്ച പിന്നെ തൊട്ട് ലെഗസിയാണ്. അവിടെ കഴിഞ്ഞില്ല. TVക്കെതിരെ ഒരു വാർ ജയിച്ച ലെഗസി ആണെന്ന്. ബുദ്ധിയില്ലാത്തവൻ. അല്ലടാ, ഒരു വിധത്തിൽ അത് ഭയങ്കര കാര്യമാണോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമുക്കെതിരെ ഒരു വാർ ജയിക്കുന്നത് ലെഗസി ആണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗ്യാങ്ങിന്റെ ആ ഒരു ഇതെന്തായിരിക്കും അല്ലേ? ഒന്ന് ജസ്റ്റ് ഇമാജിൻ ചെയ്ത് നോക്കിയേ. നമ്മൾ 6 വർഷമായിട്ട് നമ്മൾ 5 വർഷം ഉണ്ടാക്കിയെടുത്തത്. പക്ഷെ ഇതല്ല ശരിക്കും ലെഗസി എന്ന് പറയണത്. ബ്രോ, നമ്മളെ അടിച്ചിടുന്നത് അങ്ങനെയാണ്. TVയെ തോക്കാതെ വന്നതല്ല ഇവിടെ വരെ. TVയെ തോറ്റിട്ടുണ്ട് ഇഷ്ടം പോലെ വട്ടം. തോക്കുന്നതൊന്നും അല്ല ബ്രോ ലെഗസി. ലോകത്തെ ഏത് സ്പോർട്സ് ടീം അല്ലെങ്കിൽ എന്ത് ടീമാ തോക്കാതെ എല്ലാ കളിയും ജയിച്ചിട്ടുള്ള ആള്? ബ്രോ, ലെഗസി ഉണ്ടാക്കിയെടുക്കാന്ന് പറഞ്ഞാൽ അതൊന്നും അല്ല അർത്ഥം. ബുദ്ധി വേണം അതൊക്കെ മനസ്സിലാക്കാൻ. പിന്നെ അതിന്റെ താഴെ ഇതുണ്ടോ? ഇത് കേട്ടോണ്ട് വരുന്ന ഈ താളം കേട്ടോണ്ട് വരുന്ന ഇതിനകത്ത് മറ്റേ ഓഡിയോയും കൂടെ ഞാൻ ഒന്ന് ഇട്ട് തരാം. ഈ താളം കേട്ടോണ്ട് വരുന്ന ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ഇതാണ്. ഇവൻ സ്റ്റോറി ഇട്ടപ്പോൾ എൻ്റെ അടുത്ത് വന്ന് വീണ്ടും മെസ്സേജ് അയക്കുക, എന്നെ സിനിമയിൽ എടുത്തു വന്നു. പിന്നെ ഞാൻ ഇന്നലെ വേറൊരു വില്ലുവിനെ ഇവനെ ഞാൻ IRL ഹോസ്റ്റേജ് എടുക്കും അധികം വൈകാതെ ഒന്ന്. റിയൽ ലൈഫിൽ ഹോസ്റ്റേജ് എടുക്കും ഒന്ന് വില്ലുവിന്റെ വീടിന്റെ തൊട്ടപ്പുറത്തുള്ള ഒരു പയ്യനായിട്ടാ. അവൻ MRC ഫാൻ ആയിപ്പോയി. വില്ലുവിനെ ഹോസ്റ്റേജ് എടുക്കും റിയൽ ലൈഫില്. ഇതൊക്കെ വരുന്ന ഗ്രൂപ്പുകൾ നിങ്ങൾ നോക്ക്. മാക്കീസ് ലൈവ് OGs, ഇതൊക്കെ അവരുടെ ഒഫീഷ്യൽ ഗ്രൂപ്പുകളാ. മനസ്സിലായ? ഇതൊക്കെ അവരുടെ ഒഫീഷ്യൽ ഗ്രൂപ്പിൽ ഇങ്ങനെയൊക്കെ വരിക എന്ന് പറയുന്നത് അവർ കൺട്രോൾ ചെയ്യേണ്ട കാര്യമാണ്. ലാസ്റ്റ് വീഡിയോ